ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ രേണു സുധിയുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ. വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തിരുന്നല്ലോ ബഹുമാനപ്പെട്ട ഫാദർ നോബിൾ. അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ അതുൽ എന്ന് പറഞ്ഞ യൂട്യൂബറെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു പുണ്യപ്രവൃത്തി നമുക്ക് നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ, നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, പ്രത്യേകിച്ച് വീട് പോലും നമുക്ക് വെക്കാൻ സ്ഥലമോ സാഹചര്യമോ ഇല്ലാതെ വാടക വീട്ടിൽ കഴിയുന്ന ഒരവസ്ഥയിൽ നമുക്ക് എത്രയും നല്ല ഒരു സ്ഥലം, അദ്ദേഹം പറയുന്ന ഏകദേശം ഒരു സെൻറ്റിന് 4 ലക്ഷം രൂപ ഉണ്ടെന്നൊക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ അദ്ദേഹം പറഞ്ഞത് കേട്ടത് മാത്രമേ ഉള്ളൂ. എങ്കിലും അദ്ദേഹം ആ 7 സെൻറ്റ് സ്ഥലം കൊടുക്കാൻ കാണിച്ച ആ മനസ്സ്, അപ്പം അങ്ങനെ എല്ലാവരും ഒന്നും സ്ഥലമൊന്നും കൊടുക്കത്തില്ല. ഒരുപാട് പേർക്ക് ഏക്കർ കണക്കിന് സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് അതൊക്കെ വെറുതെ കിടന്നു പോവുകയാണ്. ഇവിടെ ഒരുപാട് പേര് വീടില്ലാതെ കൂടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കുറച്ച് 5 സെൻറ്റ് 3 സെൻറ്റ് 4 സെൻറ്റൊക്കെ കൊടുത്താൽ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്കൊക്കെ ഒരു വീടെങ്കിലും കിട്ടാനുള്ള ഒരു ഉപാധിയായി മാറും. വെറുതെ സ്ഥലം ഒരുപാട് കിടക്കും. എന്നിട്ട് ഈ ആൾക്കാരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ഇങ്ങനെ ജോലി ചെയ്യുന്നു, പിന്നെ ഇവിടെ വരുന്നു. ഈ സ്ഥലം എന്നിട്ട് വെറുതെ വേസ്റ്റായി പോവുകയാണ്, ആരും നോക്കാതെ. കാടും കയറി ചുമ്മാ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഫാദർ കാണിച്ച ഈ കാരുണ്യം എന്ന് പറയുന്നത് വളരെ പ്രശംസനീയമാണ്. രേണു സുധി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിനകത്തു നിന്നൊക്കെ. ആ ഓൺലൈൻ മാധ്യമങ്ങൾ വന്ന് രേണു സുധിയോടെ എന്തോ സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചത് ഞാനും കണ്ടതാണ്. പക്ഷേ രേണു സുധി അതിന് മറുപടി കൊടുത്തത് കറക്റ്റായിട്ട് തന്നെ കൊടുത്തു. പക്ഷെ അതിനെ ഒരു എന്താ, ആ ഫാദറിനെ കളിയാക്കുകയാണോ, ഫാദർ ഇത് ബിസിനസ്സായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊന്നും ചിലപ്പോൾ രേണു സുധിക്ക് ആ സമയത്ത് അത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ എങ്കിലും രേണു സുധിക്ക് കുറച്ചുകൂടെ കടുപ്പിച്ച് അതിന് ആൻസർ പറയാമായിരുന്നു. ബിഷപ്പ് എന്ന് പറഞ്ഞ ആ വ്യക്തി അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല, അദ്ദേഹം വളരെയധികം പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് ഇതുപോലൊരു സ്ഥലം കാണിക്കാൻ, അദ്ദേഹം സ്ഥലം തരാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ മഹാ മനസ്സിനെ ഞങ്ങൾ എന്നും നന്ദിയോടെ സ്മരിക്കും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ രേണു സുധി പറഞ്ഞിരുന്നുവെങ്കിൽ ആ അച്ഛൻ ഒരിക്കലും അങ്ങനൊരു മനോവേദന ഉണ്ടാകത്തില്ലായിരുന്നു. എങ്കിലും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് വളരെ നന്നായി. കാരണം ഇദ്ദേഹമാണ് വീട് കൊടുത്തത്, നമ്മൾക്കാർക്കും സ്ഥലമാണ് കൊടുത്തത്, നമ്മൾക്കാർക്കും അറിയത്തില്ലായിരുന്നു. ആ സ്ഥലം കിട്ടിയാൽ മാത്രമല്ലേ നമുക്കൊരു വീട് വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ രേണു സുധിയോട് പ്രത്യേകിച്ച് രേണു സുധിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അവർക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഓൺലൈൻ മീഡിയക്കാർ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിലൂടെ ഇതൊക്കെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കാം. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് വളരെ വിവേകത്തോടെ മാത്രമേ ആൻസർ കൊടുക്കാവൂ. എല്ലാത്തിനും നമ്മൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ ലാഘവമായിട്ട് നമ്മൾ ആൻസർ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇവരെപ്പോഴും നമ്മൾക്ക് എന്തും ചോദിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് പോകും. അവർ പല ക്വസ്റ്റ്യൻസ് രേണുവിനോട് ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും രേണു ആൻസർ പറഞ്ഞാ പോകുന്നത്. പക്ഷേ അത് രേണു വിചാരിക്കുന്നത് ഞാനിങ്ങനെ ആൻസർ പറയുന്നതാണ് നല്ലത്, ആൻസർ പറയുന്നതുകൊണ്ട് എനിക്ക് അഹങ്കാരമില്ലാന്ന് ജനങ്ങൾക്ക് തോന്നാം, ഞാൻ വളരെ പാവമായ ഒരു കുട്ടിയാണെന്ന് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എവിടൊക്കെ ആൻസർ കൊടുക്കണം, എവിടൊക്കെ ആൻസർ കൊടുക്കണ്ട എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇതുപോലുള്ള പദവികളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് ആൻസർ കൊടുക്കേണ്ട വേറൊരു രീതിയിലാണ്. അതാണ് രേണു സുധിക്ക് ഇവിടെ തെറ്റുകൾ സംഭവിക്കുന്നത്. രേണു സുധി പറയുന്നതെല്ലാം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ട്, എന്നാൽ അതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വേറെ ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. കാരണം വീട് വെക്കുന്നതിന് മുന്നേ രേണു സുധി വളരെയധികം, അച്ഛൻ തന്നെ പറയുന്നുണ്ട്, അവരുടെ ആ വിഷമങ്ങളെല്ലാം കണ്ടിട്ടാണ് രേണു സുധിക്കല്ല വീട് കൊടുത്തേക്കുന്നത്, പക്ഷെ ആ 2 മക്കൾക്കാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ രേണു സുധി അവരുടെ അമ്മയാണ് എന്നും. അതുകൊണ്ട് രേണു സുധിയെ മക്കളൊന്നും ഒരിക്കലും ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. അവിടെ ആജീവനാന്തകാലം അവിടെ കഴിയുകയും ചെയ്യാം. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കാൻ രൂപ എത്ര കൊടുക്കണം? അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ദാനമായിട്ട് ഒരു സ്ഥലവും കിട്ടി, വീടും കിട്ടി. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ കലാകാരന്മാരുണ്ടെന്നറിയാവോ? അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ അവർക്ക് ജോലി നഷ്ടപ്പെടുന്നു, ഭർത്താവിന് രോഗം വരുന്നു, ഭർത്താവ് നഷ്ടപ്പെടുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. പക്ഷെ അവർക്കാർക്കും കിട്ടാത്ത ഒരു നല്ല നേട്ടമാണ്, ഒരു പ്രിവിലേജാണ് രേണു സുധിക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ രേണു സുധി ഒരുപാട് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്.
ഈ ഇൻ്റർവ്യൂവിനെല്ലാം വന്ന് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തിനാണ് രേണുസുതി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ രേണുസുതി ആ സ്പ്രേയുടെ കാര്യം പറഞ്ഞു. ആ സ്പ്രേയുടെ കാര്യം പറഞ്ഞ ശേഷം രേണുസുതി ഒരുപാട് ഇൻ്റർവ്യൂവിൽ ആ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. എന്തിനാന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ എല്ലാ കാര്യങ്ങളും. ഇനി പൊതുജനങ്ങളെ നമ്മൾ എന്തുമാത്രം ബോധിപ്പിക്കാൻ അത് സ്വീകരിക്കുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ അത് സ്വീകരിക്കേണ്ട. നിങ്ങൾ ആ അപ്രോച്ചിലൂടെ പോകണം. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും വന്ന് ഇതിന് ആൻസർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങളോട് ഈ ഇൻ്റർവ്യൂക്കാർ ഒരുപാട് വെറുതെ ഉള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. നിങ്ങൾ ഓരോന്നിനും ആൻസർ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതായത് നമ്മൾ തീരുമാനിക്കണം, നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യന് നമ്മൾ എങ്ങനെ ആൻസർ കൊടുക്കണം, ഏതാണ് പ്രോപ്പർ വേ, നമ്മൾ ഏത് രീതിയിൽ ആൻസർ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചേ പറ്റൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും രേണുസുതിയോട് ഇങ്ങനെ ഡെയിലി എന്ന് വന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അവസാനം നമ്മുടെ വില തന്നെ അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഫാദർ തന്നെ പറയുന്നുണ്ട്, ഇവർക്ക് ഞാൻ സ്ഥലം കൊടുത്തത് ഇന്ന് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു മണ്ടത്തരമായി പോയി, അതെനിക്ക് വളരെയധികം ദുഃഖമുണ്ടെന്നൊക്കെ ആ ഫാദർ പറയുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ഥലം മേടിച്ച് ഒരു വീട് വെക്കുക, അതിനകത്ത് വേണ്ട സാധന സാമഗ്രികളെല്ലാം നമുക്ക് മേടിച്ചിടാൻ നമുക്ക് രൂപ എന്തുമാത്രം മുടക്കിയാലാ. അപ്പോൾ സുധിയുടെ 2 മക്കൾക്ക് ആജീവനാന്തകാലം അതിനകത്ത് കയറി കിടക്കാൻ വേണ്ടി അച്ഛനും മറ്റെല്ലാവരും ചെയ്ത ഈ ഉപകാരത്തിന് വളരെയധികം നന്ദി നിങ്ങൾ പറയുക.